മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എത്ര ഭദ്രമാണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വായിക്കുകയാണ്. അല്ലാഹു തആല ഹയ്യുൻ ഖാദിറുൻ, അല്ലാഹു കഴിവുള്ളവനും ഹയാത്തുള്ളവനുമാണ്. ലാ യഅ്തരീഹി ഖുസൂറുൻ, അല്ലാഹുവിന് ഒരു ന്യൂനതയും സംഭവിക്കൂല. വലാ അജ്സുൻ, ഒരു കഴിവുകേടും സംഭവിക്കൂല. വലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹുവിന് ഉറക്കമോ ബാധിക്കൂല. വലാ യുആരിദുഹു ഫനാഉൻ വലാ മൗത്തുൻ, അല്ലാഹുവിന് നാശമോ മരണമോ ഉണ്ടാവില്ല. വഅന്നഹു ദുൽ മുൽക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരസ്ഥനാണ്. വൽ മലകൂത്ത്, മുഴുവൻ അധികാരവും അല്ലാഹുവിന്റെ അടുക്കലാണ്. വൽ ഇസ്സത്തി വൽ ജബറൂത്ത്, എല്ലാ ഇസ്സത്തും ജബറൂത്തും എല്ലാ അധികാരവും. ലഹു സുൽത്താനു വൽ ഖഹർ, അല്ലാഹുവിനാണ് സർവാധികാരം. അല്ലാഹുവിനാണ് എന്തും അടക്കി ഭരിക്കാനുള്ള കഴിവ്. വൽ ഖൽഖു വൽ അംർ, അല്ലാഹ് മാത്രമാണ് പടച്ചവൻ, അല്ലാഹ് മാത്രമാണ് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവൻ. വൽ അംർ, ഏത് വിഷയത്തിനും തീരുമാനമെടുക്കുന്നവൻ അല്ലാഹുവാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, അല്ലാഹുവിന്റെ അധികാരത്തിലാണ് എല്ലാ ആകാശങ്ങളും. വൽ ഖലായിഖു മഖ്ഹൂറൂന ഫീ ഖബ്ലതിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അവന്റെ അധികാരത്തിലാണ്. വഅന്നഹുൽ മുൻഫരിദു ബിൽ ഖൽഖ്, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. വൽ ഇഖ്തിറാ, ഇല്ലായ്മയിൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ അല്ലാഹുവിനെ കഴിയൂ. അൽ മുതവഹിദ് ബിൽ ഈജാദി വൽ ഇബ്ദാ, ഏത് സംഗതിയും ഉണ്ടാക്കൽ കൊണ്ടും അതേ പുതുതായി നിർമ്മിക്കൽ കൊണ്ടും ഒക്കെ അവൻ ഏകനാണ്. ഖലഖൽ ഖൽഖ, സൃഷ്ടികളെ മുഴുവനും പടച്ചത് അവനാണ്, അവൻ മാത്രമേ പടച്ചവനുള്ളൂ. വഅമാലുഹും, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും പടക്കുന്നവൻ അല്ലാഹുവാണ്. എൻ്റെ ഈ വിരൽ, ആ വിരൽ ഉയർത്തുക എന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കൽ തന്നെ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ യശാ, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉയർത്തലിനെ പടച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അതാണ്. പിന്നെയും വഖദ്ദറ അർസാഖഹും, അവരുടെ ഭക്ഷണങ്ങൾ അല്ലാഹു തീരുമാനിച്ചു. വഅജാലഹും, അവരുടെ ആയുസ് അല്ലാഹു തീരുമാനിച്ചു. ലാ യസുദ്ദു അൻ ഖബ്ദതിഹി മഖ്ദൂറുൻ, ഒരു സാധനവും അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവില്ല. വലാ യസ്മു അൻ ഖുദ്റതിഹി തസാരിഫുൽ ഉമൂർ, ഒരു കാര്യത്തിന്റെ കൈകാര്യവും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ അപ്പുറത്താവില്ല. ലാ തുസാ മഖ്ദൂറാതുഹു, അല്ലാഹുവിന്റെ കഴിവ്, ആ കഴിവിനാൽ ഉണ്ടാകുന്ന സംഗതികൾ എത്രയാണ് അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. വലാ തതനാഹാ മഅലൂമാതുഹു, അള്ളാഹുവിന്റെ അറിവിനാൽ അറിയപ്പെടുന്ന സംഗതി അതിനൊരു അറ്റം പറയാൻ കഴിയൂല. അല്ലാഹു തആലക്ക് ഇൽമു എന്ന സിഫത്തുണ്ട്, അതേപോലെ നേരത്തെ പറഞ്ഞു ഹയാത്തുണ്ട്, ഖുദ്റത്തുണ്ട്, അതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞു. ഇനി വഅന്നഹു ആലിമുൻ ബിജമീൽ മഅലൂമാത്ത്, മുഴുവൻ വിവരങ്ങളും സ്വന്തമായി അറിയുന്നവനാണ് അല്ലാഹ്. ബിഇൽമിൻ ഖദീമിൻ അസലിയിൻ, റസൂലുള്ളാഹിന്റെ അറിവ് പോലെയല്ല, അത് റസൂലുള്ള ഹാദിസാണ്, പിന്നെ പുതുതായി ഉണ്ടായതാണ്. റസൂലുള്ളാഹിന്റെ അറിവും പുതുതായി ഉണ്ടായതാണ്. എല്ലാവരും അറിവും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിൻ്റെത് തുടക്കമില്ലാതെ അറിവുള്ളവനാണ് അവൻ. ലം യസൽ മൗസൂഫൻ ബിഹി ഫി അസലിൽ അസാലി ലാ ബിഇൽമിൻ മുതജദ്ദിദിൻ, ഒരു പുതിയ അറിവല്ല പടച്ചവൻ്റേത്. ഹാസിനും ഫി ദാത്തിഹി ബിൽ ഹുലൂലി വൽ ഇൻതിഖാൽ, അതിങ്ങനെ ഈ പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരു അറിവല്ല. അല്ലാഹുവിൻ്റെ അറിവ് അത് തുടക്കമില്ലാതെയുള്ള അറിവാണ്. അൽ ഇറാദ, അല്ലാഹുവിന് ഇറാദത്ത് എന്നുള്ള സിഫത്തുണ്ട്. 20 സിഫത്ത് വാജിബ്, 20 സിഫത്ത് മുസ്തഹീലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഓരോന്ന് വിശദീകരിക്കാൻ. അന്നഹു തആല മുരീദുൽ ലിൽ കായിനാത്ത്, സർവ്വ സൃഷ്ടികളെയും അവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, മുഴുവൻ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഫലാ യജ്രി ഫിൽ മുൽക്കി, അല്ലാഹുവിന്റെ അധികാരത്തിൽ നടക്കുകയില്ല. വൽ മലകൂതി, അല്ലാഹുവിന്റെ ഈ സർവാധികാരത്തിൽ നടക്കൂല. ഖലീലുൻ, ചെറുതും നടക്കൂല, കുറഞ്ഞു നടക്കൂല. ഔ കസീറുൻ, കൂടുതലും നടക്കൂല. സഗീറുൻ, ചെറുതും നടക്കൂല. ഔ കബീറുൻ, വലുതും നടക്കൂല. ഖൈറുൻ, ഒരു ഖൈറും നടക്കൂല. ഔ ശർറുൻ, ഒരു ശർറും നടക്കൂല. നഫ്ഉൻ, ഒരു ഉപകാരവും നടക്കൂല. ഔ ദുർറുൻ, ഒരു ഉപദ്രവവും നടക്കൂല. ഈമാനും ഉണ്ടാവില്ല. ഔ കുഫ്റുൻ, കുഫറും ഉണ്ടാവില്ല. ഇർഫാനുൻ, അറിവും ഉണ്ടാവില്ല. ഔ നുക്റുൻ, അറിവുകേടും ഉണ്ടാവില്ല. ഫൗസുൻ, വിജയം ഉണ്ടാവില്ല. ഔ ഖുസ്റാനുൻ, നഷ്ടവും ഉണ്ടാവില്ല. സിയാദത്തുൻ, വർദ്ധനവും ഉണ്ടാവില്ല. ഔ നുഖ്സാനുൻ, അതേ കുറഞ്ഞു പോലും ഉണ്ടാവില്ല. താഅത്തുൻ, ഒരു പുണ്യകർമ്മം ഉണ്ടാവില്ല. ഔ ഇസ്യാനുൻ, ഒരു തെറ്റും ഉണ്ടാവില്ല. ഇല്ലാ ബിഖദാഇഹി, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ. വഖദരിഹി, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം, ഖദർ കൊണ്ടല്ലാതെ. വഹിക്മതിഹി, അവന്റെ ഹിക്മത്ത് കൊണ്ടല്ലാതെ. വമസിയതിഹി, അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ലാതെ. ഫമാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ, അതാണ് സർവ്വ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ ഉസ്താദ് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? അതാ സുന്നത്തി മതത്തിന്റെ വിശ്വാസം. ഫമാ ശാഅ കാൻ, അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും. വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ലാ യഖ്റുജൻ മശീഹതിഹി ലഫ്തതു നാദിരിൻ വലാ ഫൽതതു ഖാതിരിൻ ബൽ ഹുവൽ മുബ്ദിഉൽ മുഈദുൽ ഫഅാലു ലിമാ യുരീദു ലി അറാദഹു ലി അംരിഹി വലാ മുഅഖിബ ലിഖദാഇഹി വലാ മഹ്റബ ലിഅബ്ദിൻ അൻ മഅസിയതിഹി ഇല്ലാ ബിതൗഫീഖിഹി വറഹ്മതിഹി വലാ ഖുവത ലഹു അലാ തഅതിഹി ഇല്ലാ ബിമശീയതിഹി വഇറാദതിഹി.
അവസാനം പറയാണ് ഫലബിജിത്തമൽ ഇൻസു, സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ, വൽ ജിന്നു, സർവ്വ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായികത്തു, സർവ്വ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വസ്സയാത്തീനു, സർവ്വ പിശാചുക്കളും ഒരുമിച്ച് കൂടിയാൽ, അലാ അൻ യുഹരികൂ ഫിൽ ആലമി ദർറതൻ, പ്രപഞ്ചത്തിൽ ഒരണുവിനെ ചലിപ്പിക്കണം എന്നതിന് വേണ്ടി സർവ്വ അമ്പിയാക്കളടങ്ങുന്ന മനുഷ്യന്മാരും സർവ്വ മലക്കുകളും ജിന്നുകളും എനിക്ക് ശൈത്താന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരണുവിനെ ചലിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു അണുവിനെ അടക്കിയിരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ, ദൂന ഇറാദത്തിഹി വ മശിയത്തിഹി, അല്ലാഹ് ഉദ്ദേശിക്കാതെ അല്ലാഹ് തീരുമാനിക്കാതെ എല്ലാവരും കൂടിയാൽ ലഅജസു അൻ ദാലിക, അവർക്കത് കഴിയുകയില്ല. ഇതാ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ, അവന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒരു വലിയനോ ഒരു നബിക്കോ എന്നല്ല, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഒരണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല അല്ലാഹ് ഉദ്ദേശിക്കാതെ, ഒരണുവിനെ അടക്കി നിർത്താൻ കഴിയില്ല അല്ലാഹ് ഉദ്ദേശിക്കാതെ. ഇതാണ് ഖവാഇദുൽ അഖായിദ്, ശരിയായ അഖീദ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് ഖവാഇദുൽ അഖായിദിൽ.